ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനങ്ങളില്ല എന്നും ഇതിനെ തള്ളിക്കളയുകയാണെന്നും അതുപോലെ തന്നെ എന്താണ് ഘട്ടം ഘട്ടമായി അവർ മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾ ഇനി യു ഡി എഫ് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ അടുത്തടുത്ത് വരും. കാരണം അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അവർക്ക് വലിയൊരു സ്പേസ് കിട്ടി. കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്കും ഒരു വലിയ സ്പേസ് കിട്ടി. ആ സ്പേസ് ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഉണ്ടാക്കി കൂടെ സ്പേസിൽ ഏറ്റവും ദോഷം ചെയ്യുന്ന ആർക്കാണെന്നറിയോ? ഏറ്റവും ദോഷം ചെയ്യുന്നത് ലീഗിനാണ്. ലീഗിന് ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റുന്ന വിഷയം കണ്ടെത്തും. അതെന്താണ്? അത് മതമാണ്. ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. അതിനുള്ളൊരു വഴിമരുന്നാണ് ഇതെന്ന് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് നിർത്താൻ പറ്റും. ഇതിന് നിർത്താൻ പറ്റുന്ന രണ്ട് വിഭാഗത്തിലേ ഉള്ളൂ. അത് നിർത്താൻ പറ്റുന്നത് ഒന്ന് ലീഗിനും ഒന്ന് കോൺഗ്രസിനുമാണ്. അത് എവിടെ നിർത്തണം? അത് ഒരു ഇഞ്ച് അപ്പുറത്തേക്ക് പോകാൻ നിർത്തണം. ഈ സ്വാധീനത ഞങ്ങൾ നാളെ രാവിലെ അമീറാണ് പറയാൻ വരുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീർ പത്രസമ്മേളനം നടത്തി പറയുകയാണ്. എന്ത്? ഞങ്ങൾ കോൺഗ്രസിന് ഇനി തുടങ്ങി അങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഇനി ഇവിടെ അറിയില്ല. ഞാൻ പറയും ഇന്ന് പറഞ്ഞല്ലോ അതെന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെന്ന് പറയുന്നു. തീരുമാനിക്കുന്നതോടുകൂടി പ്രതിസന്ധിയിലാകാൻ പോകുന്ന ലീഗാണ്. ഞാൻ ഈ കാര്യത്തിനകത്ത് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ്.